ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ പ്രഗ്നൻസിയിൽ തന്നെ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഏതെല്ലാം ഘട്ടത്തിലാണ് ഇത് ചെയ്യുന്നതിൽ കൂടുതൽ റിസ്ക് ഉള്ളതെന്നുള്ളത്? ഏത് സർജറി ആണെങ്കിലും ആദ്യത്തെ 3 മാസം നമ്മൾ ഇപ്പൊ കഴിവതും എലക്റ്റീവായിട്ട് ചെയ്യേണ്ട സർജറികളാണെങ്കിൽ ആദ്യത്തെ 3 മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എമർജൻസി ആയിട്ട് വരുന്നതാണ് ചെയ്തേ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സമയത്ത് ചെയ്യുന്നതുകൊണ്ടും വലിയ റിസ്ക് ഒന്നുമില്ല. പിന്നെ ഉള്ളത് അവസാനത്തെ 3 മാസം, അതായത് ഗർഭപാത്രം വളരെ ഏറെ വികസിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ലാപ്രോസ്കോപ്പി ആണെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും സർജറി ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കുറച്ചൊരു ഡിഫിക്കൽട്ട് ഉണ്ട്. അത് ഓപ്പൺ സർജറി ആണെങ്കിലും തീർച്ചയായിട്ടും ഗർഭപാത്രം ഇത്രയും വലുതായിരിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ അപ്പൻഡിസൈറ്റിസ് പോലെ മറ്റേതെല്ലാം അസുഖങ്ങൾക്കാണ് ഗർഭിണികളിൽ സാധാരണയായിട്ട് ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടതായിട്ട് വരുന്നത്? അപ്പൻഡിസൈറ്റിസ് പോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു രോഗമാണ് ഓവറിയിൽ സിസ്റ്റ്. പലപ്പോഴും ഓവറിയിൽ സിസ്റ്റ് ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നിരിക്കായിരിക്കും. പേഷ്യന്റ് അത് കണ്ടുപിടിക്കാതെ ഗർഭിണി ആയിരിക്കുന്ന സമയത്തായിരിക്കും ഐദർ സിസ്റ്റ് റപ്ചർ ആവുകയോ അല്ലെങ്കിൽ ഓവറി ടോർഷൻ ആവുക, അതായത് സിസ്റ്റ് ഉള്ള ഓവറി തിരിയുമ്പം ഓവറിക്ക് രക്തയോട്ടം കിട്ടാതെ അതിന് മീൻസ് പേഷ്യന്റ് വല്ലാണ്ട് പെയിൻ അനുഭവപ്പെടും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എമർജൻസി ആയിട്ട് സർജറി ചെയ്തേ തീരൂ. അപ്പം ഇതാണ് രണ്ടാമതായിട്ട് കോമൺ വരുന്നത്. പിന്നെ വരുന്നത് ഈ ഫൈബ്രോയിഡ് യൂട്രസ്. അപ്പോൾ ഫൈബ്രോയിഡ് നമുക്ക് ഗർഭിണികളിൽ നേരത്തെ തന്നെ മീൻസ് പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ ഉണ്ടാവാം. പക്ഷേ ചിലപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫൈബ്രോയിഡിന് യൂഷ്വലി നമ്മൾ ഒന്നും തന്നെ ചെയ്യാറില്ല. കാരണം ചിലപ്പോൾ പേഷ്യൻസിന് ഫൈബ്രോയിഡ് കൊണ്ട് വേദന ഉണ്ടാവും. പക്ഷേ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഫൈബ്രോയിഡിന്റെ സർജറി യൂഷ്വലി നമ്മൾ ചെയ്യില്ല. കാരണം യൂട്രസ് വളരെ വാസ്കുലർ ആയിരിക്കും, അതായത് രക്തോട്ടം വളരെ കൂടുതലുള്ളൊരു സമയമായിരിക്കും പ്രഗ്നന്റ് സമയം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഫൈബ്രോയിഡ് മാത്രം നമ്മൾ സർജറി ചെയ്യാതെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ചെയ്യും. പിന്നെ വരുന്നത് എക്ടോപിക് പ്രഗ്നൻസി, അതായത് ട്യൂബില് പ്രഗ്നൻസി ആവുക. ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ പേഷ്യൻസ് സ്കാനിങ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ ട്യൂബിലെ പ്രഗ്നൻസി റപ്ചർ ആയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പം യൂഷ്വലി റപ്ചർ ആയെന്ന് പറയുമ്പം വല്ലാണ്ട് ബ്ലീഡിംഗ് ഒക്കെ ആയി അകത്ത് ലിറ്ററുകളോളം ബ്ലഡ് അകത്തുള്ളൊരു സമയമാണ്. അപ്പോൾ പലപ്പോഴും ആദ്യകാലങ്ങളിലെല്ലാം അത് ഓപ്പൺ സർജറിയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഈവൻ പേഷ്യന്റ് ഹീമോഗ്ലോബിൻ വളരെ കുറവാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ കീഹോൾ ശസ്ത്രക്രിയ ചെയ്ത് ആ ബ്ലീഡ് ചെയ്യുന്ന സ്ഥലം കരിച്ചു കളയുകയും ചെയ്തു കഴിഞ്ഞാൽ പേഷ്യന്റിനെ രക്ഷപ്പെടുത്താവുന്നതേ ഉള്ളൂ. അതും പേഷ്യന്റ് ഹോസ്പിറ്റൽ സ്റ്റേ പോലും അധികം വരാറില്ല. അപ്പം എക്ടോപിക് പ്രഗ്നൻസി ആണ് പിന്നെ പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് വരുന്നത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ മാഡം, ഞാൻ കൊളത്തൂപ്പുഴയെന്നാ വിളിക്കുന്നത്. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ ഈ വൈഫ് ഇങ്ങനെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് ഞങ്ങള് ഡോക്ടറെ കാണിച്ചായിരുന്നു. കാണിച്ചപ്പോ ഈ സ്കാനിങ് ചെയ്തപ്പോ ഡെർമോയിഡ് സെസ്റ്റ് റൈറ്റ് ഓവറിൽ ഉണ്ടെന്നാ പറഞ്ഞത്. ലെപ്രോസ്കോപ്പിക് ചെയ്യണോ എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് അതിന്റെ? ഡെർമോയിഡ് സിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം അണ്ടാശയത്തിൽ ഉണ്ടാവുന്ന ഒരു സിസ്റ്റാണ്. അപ്പൊ ആ സിസ്റ്റുകളിൽ അതിൻ്റെ അകത്ത് മുടി, നഖം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഈ ഡെർമോയിഡ് സിസ്റ്റിന്റെ അകത്ത് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അത് എടുത്തു കളയണം. കാരണം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ആ ഒരു സിസ്റ്റ് വലുതായിക്കൊണ്ടിരിക്കും. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓവറിയിലുള്ള സിസ്റ്റ് ഓവറി തിരിഞ്ഞ് ടോർഷൻ വരാം. ടോർഷൻ വരുമ്പം എമർജൻസി ആയിട്ട് നമുക്കൊരു സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ ഈ സിസ്റ്റ് എലക്റ്റീവായിട്ട് തന്നെ നേരത്തെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ലാപ്രോസ്കോപ്പിക്കലി നമുക്ക് തീർച്ചയായിട്ടും ഈ സിസ്റ്റ് എടുക്കാവുന്ന, എത്ര വലിപ്പം ഉള്ളതാണെങ്കിൽ പോലും നമുക്കത് ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സർജറി കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ 4-5 ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ പരിപൂർണ ആരോഗ്യവാന്മാരായി തിരിച്ച് ജോലിക്ക് പോകാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, പലപ്പോഴും ഗർഭിണികൾക്കൊരു പ്രശ്നമുള്ളത് ശസ്ത്രക്രിയ. ഇപ്പൊ സാധാരണ ശസ്ത്രക്രിയ ആണെങ്കിൽ തന്നെ ബ്ലീഡിങ് എങ്ങനെയായിരിക്കും? കൂടുതൽ ബ്ലീഡിങ് ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടല്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ലാപ്രോസ്കോപ്പിയിൽ എങ്ങനെയാണ് ബ്ലീഡിങ്ങിന്റെ അവസ്ഥ? ലാപ്രോസ്കോപ്പിയിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലീഡിങ് കുറവാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാനായിട്ട് വളരെ നല്ല ഇൻസ്ട്രുമെന്റ്സും വളരെ സയന്റിഫിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ഹൈ ഡെഫിനിഷൻ ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് പോലും വളരെ വലുതായിട്ട് കാണാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് ആ ബ്ലീഡിങ് ഒട്ടും തന്നെ ഇല്ലാതെ സർജറി ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്പൺ സർജറിയേക്കാളും വളരെ ബ്ലീഡിങ് കുറവ്. നേരത്തെയൊക്കെ ഓപ്പൺ സർജറി ചെയ്യണമെങ്കിൽ ഹീമോഗ്ലോബിൻ ഒരു മിനിമം 10 ഇല്ലാതെ അനസ്തെറ്റിസ്റ്റ് അനസ്തീഷ്യ തരില്ല. പക്ഷെ നമ്മളൊക്കെ ഒരു 7-7 താഴെയാണെങ്കിൽ പോലും എമർജൻസി ആയിട്ട് വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. മറ്റൊരു കോളിലേക്ക് പോവാം ഡോക്ടർ. ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട്.
ഹലോ ഡോക്ടർ. കേൾക്കുന്നുണ്ട്. ഞാൻ UK ന്നാണ്. എന്റെ വൈഫിന് 1 month ബിഫോർ ഓവറിയിൽ ഒരു ഇൻഫെക്ഷൻ പോലെ വന്നായിരുന്നു. അപ്പം ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴത്തേന് ഡോക്ടേഴ്സ് പറഞ്ഞത് ഹെമറോജിക് സിസ്റ്റ് ആകാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു അത് ലാപ്രോസ്കോപ്പി ചെയ്യണം, അതല്ലാതെ വേറെ ട്രീറ്റ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞേ. വൈഫ് ഇപ്പോൾ എബ്രോഡ് ആണ്. അപ്പം അറ്റ് പ്രസന്റ് അവിടെ ചെയ്യുന്നതിൽ ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിൽ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. അപ്പം നാട്ടിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പം അവര് ലീവ് കൊടുക്കുന്നില്ല നാട്ടിൽ പോകാനായിട്ട്. അപ്പം ഇത് ഹെമറേജിക് സിസ്റ്റ് വെച്ച് നീട്ടുന്നത് കൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുമോ? ഇല്ല, സ്കാനിൽ കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ സിസ്റ്റ് ഏത് ടൈപ്പ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സ്കാൻ കാണുമ്പം ഹെമറേജിക് സിസ്റ്റ് ആണെന്ന് ഒരു പരിധി വരെ പറയാം. ചിലപ്പോൾ ഈ ഹെമറേജിക് സിസ്റ്റ് പോലെ തന്നെയായിരിക്കും എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ഇരിക്കുന്നത്. അതും ഒരു പ്രത്യേകതരം സിസ്റ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുനാൾ വെയിറ്റ് ചെയ്ത് നാട്ടിൽ വന്ന് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആൾക്ക് വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യേണ്ടി വരും. ഡോക്ടർ, ഇപ്പോൾ സ്കാനിങ്ങിൽ കൃത്യമായിട്ട് അറിയുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ടെസ്റ്റ് എന്താണ്? ഇത്തരം ഒരു എക്സ്പീരിയൻസ്ഡ് റേഡിയോളജിസ്റ്റ് ആണ്, അതായത് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഒരു പരിധി വരെ 80% വരെ നമുക്ക് പറയാം ഇന്ന സിസ്റ്റ് ആണ്. രണ്ടാമതായിട്ട് സിസ്റ്റിന്റെ വലിപ്പം, അതായത് ഇപ്പൊ ചെറിയ സിസ്റ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ 1-2 മാസം വെയിറ്റ് ചെയ്ത് നോക്കും സിസ്റ്റിന്റെ സൈസ് കുറയുന്നുണ്ടോ എന്ന്. ഇല്ല, വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ റിമൂവ് ചെയ്യണം. കാരണം ഓവറിയിലെ സിസ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് ക്യാൻസർ ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓവറിയുടെ സിസ്റ്റ് നമ്മൾ നേരത്തെ ഒന്നും അറിയാൻ പറ്റത്തില്ല. പെട്ടെന്ന് വളർന്ന് അതൊരു ക്യാൻസർ സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അതുകൊണ്ട് ചെറുതാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ചിലപ്പം ഈ ഫങ്ഷണൽ സിസ്റ്റം എന്ന് പറയും, അത് 2 മാസം കൊണ്ട് തന്നെ അങ്ങ് മാറിക്കോളും. വലുതാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് നമ്മൾ ബയോപ്സിക്ക് അയക്കുമ്പോഴാണ് 100% നമുക്കൊരു ഡയഗ്നോസിസ് കിട്ടുള്ളൂ. ഡോക്ടർ ഇപ്പം പറഞ്ഞല്ലോ ലാപ്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്നത് മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണോ, സാധാരണ സർജറിയെക്കാളും എക്സ്പെൻസീവ് ആണെന്നുള്ളത് കൊണ്ട് മാത്രം ഇതിന് പോവാത്ത ആളുകളുണ്ട്. എങ്ങനെയാണ് അതിന്റെ ചെലവ്? ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ ആദ്യകാലത്തോളം ഇപ്പൊ ഇല്ല. കാരണം ആദ്യകാലങ്ങളിൽ ഇത് തുടക്ക സമയമായിരുന്നില്ല. അപ്പം ഇൻസ്ട്രുമെന്റ്സിനൊക്കെ വില ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം ഈ ഹോസ്പിറ്റൽസിന്റെ ചാർജസും അതുപോലെ കൂടാ. പക്ഷെ ഇപ്പൊ അങ്ങനെ വലിയ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം അതിനുപയോഗിക്കുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് ഗ്യാസും അതേപോലെ തന്നെ ഈ എനർജി സോഴ്സസ് യൂസ് ചെയ്യുന്നു. ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വളരെ വിലപിടിപ്പുള്ള ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ കുറച്ചൊരു വ്യത്യാസമുണ്ട് പ്രയോജനങ്ങളായിട്ട് കമ്പയർ തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പേഷ്യൻസ് നേരത്തെ ഓപ്പൺ സർജറി ചെയ്ത് 5 അല്ലെങ്കിൽ 7 ദിവസം കഴിയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോവാറില്ല. കൂടെ നിൽക്കാൻ കുറെ ആൾക്കാർ വേണം. കീഹോൾ ശസ്ത്രക്രിയ ആണെങ്കിൽ ചെറിയ സർജറി നമ്മൾ രാവിലെ ചെയ്താൽ വൈകുന്നേരം പേഷ്യന്റ് വീട്ടിൽ പോകും, നെക്സ്റ്റ് ഡേ ജോലിക്ക് പോകും. അപ്പൊ അങ്ങനെ ജോലി കോംപ്രമൈസ് ആവുന്നില്ല. കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം, ജോലിക്കാരി ഒന്നും ആവശ്യമില്ല. അപ്പൊ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞു ട്യൂബൽ പ്രഗ്നൻസിയെ കുറിച്ച് പറഞ്ഞല്ലോ. ചില സന്ദർഭങ്ങളിൽ ട്യൂബിലും യൂട്രസിലും പ്രഗ്നൻസി ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ എന്തെല്ലാം പരിഹാരമാണ് ഉള്ളത്? ഈ ട്യൂബിലും യൂട്രസിലും വരുന്ന പ്രഗ്നൻസി, അതിന് ഹെറ്ററോട്രോപിക് പ്രഗ്നൻസി എന്ന് പറയും. നേരത്തെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 10,000-ൽ ഒരാൾക്കാണ് അത് വരാനുള്ള സാധ്യത ഉള്ളൂ. പക്ഷെ ഇപ്പൊ അതിന്റെ ഇൻസിഡൻസ് കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം കൂടുതലായിട്ടും IVF പ്രഗ്നൻസി, അതായത് ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ മൂലം ഉണ്ടാവുന്ന, അതേപോലെ തന്നെ കൂടുതലും ഓവുലേഷൻ, ഇൻഫെർട്ടിലിറ്റി കൂടുതലായിട്ട് വരുന്നുണ്ട്. ഓവുലേഷനുള്ള മെഡിസിൻസ് കഴിച്ച് പ്രഗ്നൻസി ആവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പം കൂടുതലായിട്ട് നമ്മളിത് കണ്ടുവരുന്നു. അതായത് യൂട്രസിലൊരു പ്രഗ്നൻസി, ട്യൂബില് വേറൊരെണ്ണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും യൂട്രസിലെ പ്രഗ്നൻസി സേവ് ചെയ്തേ പറ്റൂ. കാരണം ഈ പേഷ്യൻസ്, അതായത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് കൊണ്ട് കൺസീവ് ചെയ്തായിരിക്കും. അപ്പൊ അവർക്ക് അതെ കൺസീവ് ആയതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായമായിരിക്കും യൂട്രസിന്റെ അകത്തെ പ്രഗ്നൻസി പ്രിസർവ് ചെയ്ത് ട്യൂബിലെ കളയാന്നുള്ളത്. നമുക്ക് ചെറിയൊരു ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ വഴി ആ ട്യൂബിലെ പ്രഗ്നൻസി എടുത്തു മാറ്റിയിട്ട് യൂട്രസിന്റെ അകത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ലാതെ എത്രയോ പേര് ഡെലിവറി ആയിരിക്കുന്നു. അത്തരം കേസുകളിൽ ലാപ്രോസ്കോപ്പി വളരെയധികം സഹായകമാണ്. കാരണം എന്താ വെച്ചാൽ അത് വളരെ നേരത്തെ തന്നെ പ്രഗ്നൻസിന് ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ട, അതായത് ആദ്യത്തെ 1-2 മാസത്തിനുള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ വയറ് തുറന്ന് ചെയ്യുമ്പോൾ പേഷ്യന്റിന് കൂടുതൽ വേദന വരുമ്പം ശരീരത്തിലെ സ്ട്രെസ് കൂടും, അതായത് വേദന. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെറിയ ഹോർമോൺസിന്റെ വ്യത്യാസം മതി അബോർഷൻ ആവാനായിട്ട്. അപ്പം ഈ ലാപ്രോസ്കോപ്പി ഒരു ചെറിയ ശസ്ത്രക്രിയ ആയതുകൊണ്ട്, അതായത് ചെറുത് ഇൻ ദ സെൻസ് പേഷ്യൻസിന് വളരെ ഡിസ്കംഫർട്ട് കുറവാണ്.
അപ്പം അതുകൊണ്ട് സ്ട്രെസ്സും കുറവാണ്, അതുകൊണ്ട് അബോർഷന്റെ സാധ്യതയും കുറവാണ്. ഡോക്ടർ, അപ്പോൾ ഇത്തരം ഈ ട്യൂബിലും യൂട്രസിലും ഉള്ള പ്രഗ്നൻസി എപ്പോഴാണ് കണ്ടുപിടിക്കുക? അതിന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവോ? ലക്ഷണങ്ങൾ വരുന്നത് ഒന്നെങ്കിൽ റപ്ചർ ആവുന്നതിന് തൊട്ട് മുമ്പ്. അതാണ് ഈ എക്ടോപിക് പ്രഗ്നൻസിന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പാർട്ട്. അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോഴേ എന്ന് വെച്ചാൽ ട്യൂബ് എന്ന് പറയുന്നത് ഒരു 2 മില്ലിമീറ്റർ ദ്വാരമുള്ളൊരു ഓർഗനാണ്. അപ്പൊ അതിൽ പ്രഗ്നൻസി വന്ന് വീർത്ത് ട്യൂബ് പൊട്ടാറാവുമ്പോഴാണ് വേദന വരുന്നത്, അല്ലെങ്കിൽ പൊട്ടി കഴിയുമ്പോഴായിരിക്കും. നമ്മളിപ്പോൾ റുട്ടീനായിട്ട് കാരണം സ്കാൻ ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. അതുകൊണ്ട് നേരത്തെ തന്നെ പേഷ്യന്റ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ യൂട്രസിന്റെ അകത്ത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ട്യൂബിൽ നോക്കിയിരിക്കും. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോഴൊക്കെ റപ്ചർ ആയിട്ട് വരുന്നത് വളരെ കുറവാണ്. ഇപ്പൊ കാരണം പേഷ്യൻസും അവയർനെസ് ഉണ്ട്. പ്രഗ്നന്റ് ആയിന്ന് കണ്ട് അവർ ഡോക്ടറിനെ വന്ന് കാണും. അപ്പൊ തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് എങ്ങനെ വളർച്ചയുണ്ടോ എന്നൊക്കെ നോക്കി യൂഷ്വലി ഇപ്പോൾ ഒരു 80% നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ ഉള്ളത് ചെറുതാണെങ്കിൽ നമുക്ക് മെഡിസിൻ വഴി മാറ്റാവുന്നതാണ് എക്ടോപിക് പ്രഗ്നൻസി. പക്ഷെ ഒരു 2-2.5 സെന്റിമീറ്ററിന് മേലെ പോയാൽ കീഹോൾ ശസ്ത്രക്രിയ തന്നെ വേണ്ടി വരും. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ, പ്രഗ്നൻസിയിൽ ഇതുപോലെ പല അസുഖങ്ങൾക്കായിട്ട് കീഹോൾ ശസ്ത്രക്രിയ ചെയ്യുന്നവര് പ്രഗ്നൻസി തീരുന്നവരെ, അതും കുഞ്ഞുണ്ടാവുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സർജറി കഴിഞ്ഞു, അതിന്റെ വേദനയും കാര്യങ്ങളും മാറിക്കഴിഞ്ഞാൽ പഴയ പ്രഗ്നൻസി പോലെ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒന്നുമില്ല, ഒരാഴ്ചക്കുള്ളിൽ ഈ മുറിവുകൾ ഉണങ്ങും? തീർച്ചയായിട്ടും. ആ മുറിവുകൾ 2-3 ദിവസം കൊണ്ട് ഉണങ്ങി പെയിനൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ പഴയതുപോലെ തന്നെ കാര്യങ്ങൾ നോക്കി ജോലിക്ക് പോകുന്നവരാണ് ഇപ്പോൾ. അല്ലാതെ വേറെ പ്രഗ്നൻസിയുടേതായിട്ടുള്ള റിസ്കുകൾ വേറെ ഉണ്ട്. അതായത് നേരത്തെ ഡെലിവറി പെയിൻ വന്ന് ഡെലിവറി ആയ പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്കൊക്കെ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അല്ലാതെ സർജറിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു അപ്പൻഡിക്സിന്റെ വേദന വന്നു, അപ്പൻഡിസെക്ടമി ചെയ്തു, ആ പേഷ്യന്റിന് 2 ദിവസം കഴിഞ്ഞ് പഴയതുപോലെ തന്നെ അവരുടെ പ്രഗ്നൻസി സാധാരണ ഏത് പേഷ്യന്റിനെയും പോലെ ഗർഭിണികൾക്കും അതിലുള്ള റിസ്ക് വളരെ കുറവാണ് അല്ലെ? ശരി ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട്. ഈ ആഴ്ചയിലെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തിങ്കളാഴ്ച 2:30 വീണ്ടും കാണാം. നമസ്കാരം.